സംസ്ഥാനത്തെ സ്കൂളുകളിൽ 2017-18 അധ്യയന വർഷത്തേക്കുള്ള മുഴുവൻ പാഠപുസ്തകങ്ങളും സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് തന്നെ വിതരണം ചെയ്യുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ്. 98% പാഠപുസ്തകങ്ങളും സ്കൂളുകളിൽ വിതരണത്തിനായി എത്തിച്ചതായും മന്ത്രി നിയമസഭയെ അറിയിച്ചു. മൂന്നാറിലെ കയ്യേറ്റങ്ങൾ മതസ്ഥാപനങ്ങളുടേതാണെങ്കിലും അവ ഒഴിപ്പിക്കുന്നതിന് ഭൂസംരക്ഷണ നിയമപ്രകാരം നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി ഇ ചന്ദ്രശേഖരൻ നിയമസഭയിൽ ആവർത്തിച്ചു വ്യക്തമാക്കി. ചോദ്യോത്തരവേളയിൽ മറുപടി നൽകുകയായിരുന്നു മന്ത്രിമാർ. സംസ്ഥാനത്ത് റോഡുകൾ കയ്യേറുന്ന പ്രവർത്തനങ്ങൾ വർദ്ധിച്ചു വരികയാണ്. ഈ സാഹചര്യത്തിൽ റോഡ് കയ്യേറ്റം തടയാൻ നിലവിലുള്ള ഹൈവേ പ്രൊട്ടക്ഷൻ ആക്ട് ശക്തമായി നടപ്പാക്കുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ജി സുധാകരൻ പറഞ്ഞു. NH-47, NH-17 എന്നിവ സർവീസ് റോഡുകളോടുകൂടിയ 4-വരി പാതയാക്കുന്നതിന് ഈ വർഷം തന്നെ സമയബന്ധിതമായി നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി നിയമസഭയെ അറിയിച്ചു. ഈ സർക്കാരിന്റെ കാലത്ത് സെൻട്രൽ റോഡ് ഫണ്ടിൽ നിന്നും 29 പദ്ധതികൾക്ക് അനുമതി കിട്ടി. 397 കോടി രൂപയാണ് അടങ്കൽ തുക. നോട്ട് നിരോധനം നിലവിലുണ്ടായിരുന്ന കാലയളവിൽ പ്രതിമാസം ശരാശരി ഭൂമി രജിസ്ട്രേഷൻ നികുതി വരുമാനത്തിൽ മുൻമാസത്തേക്കാൾ 41.11 കോടി രൂപ കുറവ് വന്നതായി പൊതുമരാമത്ത് മന്ത്രി പറഞ്ഞു. KSTPയുടെ രണ്ടാം ഘട്ടത്തിൽ നാളിതുവരെ തുടങ്ങിയ എല്ലാ പദ്ധതികളും 2018 ഓഗസ്റ്റോടെ പൂർത്തിയാക്കും. KSTP 2 പദ്ധതിക്ക് വേണ്ടി 375.10 കോടി രൂപ കേന്ദ്രത്തിൽ നിന്ന് ലഭിച്ചു. ഈ തുക മുഴുവനും വിനിയോഗിച്ചതായും മന്ത്രി പറഞ്ഞു. മൂന്നാറിൽ കയ്യേറ്റക്കാരുടെ ഭൂമി ഒഴിപ്പിക്കുന്നതിന് പൂർണ്ണമായിട്ടുള്ള ലിസ്റ്റ് തയ്യാറാക്കിയിട്ടില്ലെന്ന ഒരു ചോദ്യത്തിന് മറുപടിയായി മന്ത്രി ഇ ചന്ദ്രശേഖരൻ സഭയെ അറിയിച്ചു. മതസ്ഥാപനങ്ങൾ കയ്യേറിയ ഭൂമിയാണെങ്കിലും കേരള ഭൂസംരക്ഷണ നിയമം അനുസരിച്ച് നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി നിയമസഭയിൽ ആവർത്തിച്ചു. 2017-18 അധ്യയന വർഷത്തേക്കുള്ള മുഴുവൻ പാഠപുസ്തകങ്ങളും 3 വാല്യങ്ങളായി അച്ചടിച്ച് KBPS വഴി സ്കൂൾ സൊസൈറ്റികളിൽ എത്തിക്കും. 8, 9, 10 ക്ലാസുകളിലെ 98% പാഠപുസ്തകങ്ങളും സ്കൂളുകളിൽ എത്തിച്ചു. ബാക്കിയുള്ളവ അടുത്ത ആഴ്ചയോടെ ലഭ്യമാക്കുമെന്നും M. ഉമ്മറിന്റെ ചോദ്യത്തിന് മറുപടിയായി വിദ്യാഭ്യാസ മന്ത്രി നിയമസഭയെ അറിയിച്ചു. അടുത്ത അധ്യയന വർഷവും സ്കൂളുകൾ തുറക്കുന്നതിന് മുൻപ് തന്നെ ഹയർ സെക്കൻഡറി തലം വരെയുള്ള പാഠപുസ്തകങ്ങൾ സ്കൂളുകളിൽ എത്തിക്കാൻ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. നിയമസഭയിൽ നിന്ന് സുനിൽ അരുമാനൂർ. ഗവർണർക്കെതിരായ പ്രസ്താവനയിൽ ശോഭാ സുരേന്ദ്രനെ തള്ളി BJP ദേശീയ നേതൃത്വം. ഗവർണറുടേത് ഭരണഘടനാ പദവിയാണെന്നും അതിനെ ബഹുമാനിക്കണമെന്നും കേന്ദ്രമന്ത്രി രാജീവ് പ്രതാപ് റൂഡി പറഞ്ഞു. കണ്ണൂർ സംഭവത്തെക്കുറിച്ചുള്ള BJPയുടെ പരാതി ഗവർണർ മുഖ്യമന്ത്രിക്ക് കൈമാറിയത് ചട്ടങ്ങൾ അനുസരിച്ചുള്ള ശരിയായ നടപടിയാണെന്നും രാജീവ് പ്രതാപ് റൂഡി വ്യക്തമാക്കി. എന്നാൽ റൂഡിയുടെ വിമർശനം തനിക്കെതിരല്ലെന്നും ഗവർണർ ഇറങ്ങിപ്പോകണമെന്നും പ്രസ്താവനയിൽ ഉറച്ചു നിൽക്കുന്നതായും ശോഭാ സുരേന്ദ്രൻ പ്രതികരിച്ചു. Well, we have to adhere to the constitutional provision. We cannot. So there are certain constitutional posts, there are certain constitutional positions, and we have to adhere to that. That is in the interest of democracy. Whatever challenges we have, whatever limitations we have to adhere to the norms in democracy. So you don't endorse what Shobha Surendran is saying? Well, I said we have to follow the constitution, and we have to adhere to the norms laid down under the constitution. The role of the governor is defined, the role of the president is defined. So the processes have to be appreciated. ഉത്സവ സീസണിലെ വിമാനയാത്രാ നിരക്ക് വർധന തടയുന്നതിനായി നടപടിയെടുക്കുമെന്ന് എയർലൈനുകൾ അറിയിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. കണ്ണൂർ വിമാനത്താവളം പ്രവർത്തനം ആരംഭിക്കുന്നതിന് മുന്നോടിയായി വിമാന കമ്പനികളുടെ പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആഭ്യന്തര സർവീസുകൾ കൂട്ടാമെന്ന് കമ്പനികൾ അറിയിച്ചതായും വിമാന ഇന്ധന നികുതി കുറയ്ക്കുന്ന കാര്യം പരിഗണിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഈ ഉത്സവ സീസണിൽ ആ സീസണിലേക്ക് മാത്രമായിട്ട് കുറേ അധികം സീറ്റുകൾ അനുവദിച്ചാൽ അത് നിങ്ങൾക്ക് ഓടിക്കാൻ കഴിയുമോ? അപ്പോൾ അവരെല്ലാവരും പൊതുവേ പറഞ്ഞത് നേരത്തെ തന്നെ അത് അനുമതി കിട്ടുകയാണെങ്കിൽ ഞങ്ങളത് ക്രമീകരിച്ചോളാം എന്നാണ്. അതൊരു നല്ല ഓഫറായിട്ടാണ് പൊതുവേ തോന്നുന്നത്. കണ്ണൂർ തുടങ്ങുന്ന ഘട്ടത്തിൽ ആവശ്യമായ പിന്തുണ നൽകാം. മറ്റ് നമ്മുടെ എയർപോർട്ടുകളുമായി ബന്ധപ്പെട്ടുള്ള ഫ്ലൈറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കേണ്ട കാര്യത്തിൽ ആവശ്യമായ പിന്തുണ നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. തെന്മല പരപ്പാർ ഡാമിന് നടുവിലെ കണ്ണാടിമാളിക പുറത്ത് വീണ്ടും കണ്ടു തുടങ്ങിയത് പശ്ചിമഘട്ടത്തിലെ ജലക്ഷാമം വിളിച്ചറിയിക്കുന്നതായി. അണക്കെട്ടിൽ അവശേഷിക്കുന്നത് സംഭരണശേഷിയുടെ 20% താഴെ ജലം മാത്രമാണ്. ഡാമിന്റെ വൃഷ്ടിപ്രദേശങ്ങൾ കിലോമീറ്ററോളം ഭാഗം വെള്ളം വറ്റി. ഒരു കാലത്ത് വെള്ളം നിറഞ്ഞു കിടന്നിരുന്ന ഡാമിന്റെ വൃഷ്ടിപ്രദേശമാണിത്. കിലോമീറ്ററുകളോളം സമാന അവസ്ഥയാണ് തെന്മല ഡാമിന്റേത്. വെള്ളം പറ്റി വിണ്ടുകീറിയ കരഭാഗത്തുകൂടി 3 കിലോമീറ്ററോളം നടന്നാൽ കണ്ണാടിമാളിക സ്ഥിതി ചെയ്തിരുന്ന ഡാമിന്റെ ഏകദേശം മധ്യഭാഗത്തെത്താം. വെള്ളം വറ്റി കണ്ണാടിമാളികയുടെ മുകൾ ഭാഗം തെളിഞ്ഞു തുടങ്ങി. 2013 കണ്ണാടിമാളിക പൂർണ്ണമായും കാണാമായിരുന്നു. അതേ സ്ഥിതിയിലേക്കാണ് 2017 എത്തുമെന്നത് ആശങ്ക വർദ്ധിപ്പിക്കുന്നു. ഏറ്റവും കൂടുതൽ വെള്ളം ഇല്ലാതാകുമ്പോഴാണ് ഈ കണ്ണാടിമാളിക കാണപ്പെടുന്നത്. ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇപ്പോൾ ഈ കണ്ണാടിമാളിക കാണുന്നത്.
ഇത്രയും കാലത്തിനിടെ ഡാമിൽ വെള്ളം കയറിയിട്ട് ഈ ഇടയ്ക്ക് രണ്ടാം പ്രാവശ്യമാണ് ഈ കണ്ണാടി മോളേക്ക് കാണപ്പെടുന്നത്. 2013 ആദ്യം കണ്ടത്, ഇപ്പോൾ 2017 ഇപ്പം കണ്ടേക്കുന്നത്. അത്രയ്ക്ക് വരൾച്ചയായതുകൊണ്ടാണ് ഇപ്പം ഇതായത്. കഴിഞ്ഞ വർഷം ഇതേ സമയം 103 മീറ്റർ ജലനിരപ്പുണ്ടായിരുന്ന ഡാമിൽ നിലവിൽ 88 മീറ്ററാണ് ജലമുള്ളത്. 15 മീറ്ററോളം ജലനിരപ്പ് താഴ്ന്നു. വെള്ളത്തിന്റെ അളവ് കഴിഞ്ഞ വർഷത്തേക്കാൾ 1/3 കുറഞ്ഞു. ഡാമിന്റെ സംഭരണശേഷി 30% കുറഞ്ഞിട്ടുണ്ട്. ഡാമിന്റെ സംഭരണശേഷി പൂർവ്വസ്ഥിതിയിലാക്കുന്നതിന് റിസർവെയറിൽ അടിഞ്ഞ എക്കൽ നീക്കം ചെയ്യണമെന്ന ആവശ്യത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. ഇതിനായി ഉപഗ്രഹ സർവേ നടത്താനും നിശ്ചയിച്ചെങ്കിലും ചുവപ്പ് നാടയിൽ കുരുങ്ങി. ന്യൂസ് ബ്യൂറോ, കൊല്ലം. സൗത്ത് ഇന്ത്യൻ ബാങ്ക് കഴിഞ്ഞ സാമ്പത്തിക വർഷം 392.5 കോടി രൂപ അറ്റാദായം നേടിയതായി എംഡിയും സിഇഒയുമായ വിജി മാത്യു കൊച്ചിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മുൻ വർഷത്തെ അപേക്ഷിച്ച് ലാഭത്തിൽ 17.78% വർധന രേഖപ്പെടുത്തിയതായും അദ്ദേഹം പറഞ്ഞു. ആകെ ബിസിനസ്സിലും നിക്ഷേപത്തിലും ബാങ്ക് വൻ നേട്ടം കൈവരിച്ചു. പുതിയ 25 ശാഖകളും 25 എക്സ്റ്റൻഷൻ കൌണ്ടറുകളും 150 ATMകളും നടപ്പ് സാമ്പത്തിക വർഷത്തിൽ തുടങ്ങുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രവാസി ഇൻഡസ്ട്രിയൽ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെന്റ് കമ്പനിയുടെ ജനകീയ സംരംഭമായ ജനകീയ മെഡിക്കൽസ് പ്രവർത്തനം ആരംഭിച്ചു. തൃശൂർ കൂർക്കഞ്ചേരി ഒറ്റാലി ടവേഴ്സിൽ തുറന്ന ആദ്യ ഔട്ട്ലെറ്റിന്റെ ഉദ്ഘാടനം നിയമസഭാ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ നിർവഹിച്ചു. ചടങ്ങിൽ മന്ത്രി വി എസ് സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. പ്രവാസികളുടെ സഹകരണത്തോടെ കേരളത്തിലെ പ്രധാന കേന്ദ്രങ്ങളിൽ ന്യായവിലയിൽ മരുന്നുകൾ എത്തിക്കുകയാണ് സംരംഭത്തിന്റെ ലക്ഷ്യം. കമ്പനി സിഇഒ പ്രദീപ് മേനോൻ, ചെയർമാൻ CK കൃഷ്ണദാസ് തുടങ്ങിയവർ പങ്കെടുത്തു. തിരികെ വാർത്തകളിലേക്ക്. വേളാങ്കണ്ണി തീർത്ഥാടനം കഴിഞ്ഞ് മടങ്ങുമ്പോൾ തമിഴ്നാട്ടിൽ വാഹനാപകടത്തിൽ മരിച്ച കാസർഗോഡ് സ്വദേശികളായ ഒരേ കുടുംബത്തിലെ 7 പേർക്കും നാടിന്റെ യാത്രാമൊഴി. ബന്ദിയോട് മണ്ടേക്കാപ്പ് സ്വദേശികളായ ഇവരുടെ മൃതദേഹങ്ങൾ കയ്യാർ ക്രിസ്തുരാജ കത്തോലിക്ക പള്ളി സെമിത്തേരിയിൽ ഒരേ കുഴിയിൽ സംസ്കരിച്ചു. ശനിയാഴ്ച രാവിലെയാണ് തമിഴ്നാട്ടിൽ കരൂരിന് സമീപം തീർത്ഥാടകർ സന്ദർശിച്ച കാറും ലോറിയും തമ്മിൽ കൂട്ടിയിടിച്ച് ദുരന്തമുണ്ടായത്. ഒരേ കുടുംബത്തിലെ 7 പേരുടെ മൃതദേഹങ്ങൾ കാസർഗോഡ് കയ്യൂർ ക്രിസ്തുരാജ കത്തോലിക്ക ദേവാലയത്തിന്റെ അങ്കണത്തിൽ ഒന്നൊന്നായി പൊതുദർശനത്തിന് വെച്ചപ്പോൾ ഒരു ഗ്രാമം ഒന്നാകെ വിതുമ്പുകയായിരുന്നു. ദുഃഖം താങ്ങാനാവാതെ ഉറ്റവരും സുഹൃത്തുക്കളും തേങ്ങി. ശനിയാഴ്ച തമിഴ്നാട്ടിലെ കരൂരിനടുത്ത് KK-പേട്ടിൽ കാറും ലോറിയും കൂട്ടിയിടിച്ചാണ് കയ്യാർ മണ്ടേക്കാപ്പിൽ നിന്ന് വേളാങ്കണ്ണി തീർത്ഥാടനം കഴിഞ്ഞ് മടങ്ങി വരികയായിരുന്ന ഒരേ കുടുംബത്തിലെ 7 പേർ മരിച്ചത്. ബെഞ്ചമിൻ മൊന്തേറ, മേരി ദമ്പതികളുടെ കുടുംബാംഗങ്ങളാണ് ദുരന്തത്തിനിരയായത്. മൂത്തമകൻ ഹെറാൾഡ് മൊന്തേറ, ഭാര്യ പ്രസീല, മകൻ രോഹിത്, ഹെറാൾഡിന്റെ സഹോദരൻ സത്യുറിൻ, മകൾ സരോന, ഹെറാൾഡിന്റെ ഇളയ സഹോദരൻ ആൾവിൻ, മറ്റൊരു സഹോദരൻ ഡെൻസിലിന്റെ ഭാര്യ റീമ എന്നിവരാണ് മരിച്ചത്. അപകടത്തിൽ 4 പേർ പരിക്കുകളോടെ രക്ഷപ്പെട്ടു. കയ്യാർ ക്രിസ്തുരാജ ദേവാലയത്തിലെ സെമിത്തേരിയിൽ ഒരേ കുഴിയിലാണ് 7 പേരെയും സംസ്കരിച്ചത്. മംഗലാപുരം രൂപത വികാരി ജനറൽ റവറന്റ് ഫാദർ ഡെന്നിസ് മോറിസ് പ്രഭു മുഖ്യകാർമ്മികനായിരുന്നു. നിരവധി വൈദികരും കന്യാസ്ത്രീകളും നൂറുകണക്കിന് ആളുകളും അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തി. കാസർഗോഡ് ജില്ലാ കലക്ടർ K. ജീവൻ ബാബു, CPIM ജില്ലാ സെക്രട്ടറി KP സതീഷ് ചന്ദ്രൻ, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശാന്തമ്മ ഫിലിപ്പ് എന്നിവരുൾപ്പെടെയുള്ള ജനപ്രതിനിധികളും രാഷ്ട്രീയ നേതാക്കളും ഉദ്യോഗസ്ഥരും ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു. മന്ത്രി E. ചന്ദ്രശേഖരൻ, P. കരുണാകരൻ MP, ജില്ലയിലെ MLA മാർ തുടങ്ങിയവർ നേരത്തെ വസതി സന്ദർശിച്ച് അനുശോചനം അറിയിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.